വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പയറിങ് തന്നെയാണ്. നമ്മുടെ ടൂൾസ്, കട്ടിങ് മെഷീനും വെൽഡിംഗ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ വരുമ്പോൾ നമ്മൾ നേരെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ വെൽഡിംഗ് സെറ്റിൽ നോർമലി കംപ്ലൈൻറ്റ് വരാറ് അതിൻ്റെ സോക്കറ്റ്, ഹോൾഡ് കണക്ട് ചെയ്യുന്ന ഫീമെയിൽ സോക്കറ്റ് കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അത്തരത്തിൽ വരാനുള്ള കാരണം എന്താണെന്ന് കൂടി നമുക്കതിൽ വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വെല്ല് സൈറ്റിൽ വരുന്നത് കംപ്ലൈൻറ്റ് ആണ്, ഈ ഫീമെയിൽ സോക്കറ്റ് ഇത്തരത്തിൽ ഷോർട്ടായിട്ട് പോകാറുണ്ട്. അത് മിക്കവരും ചെയ്യുന്നത്, അതായത് ഇത് മെയിൽ സോക്കറ്റാണ്, ഇതാണ് നമ്മൾ കേബിളിൽ കണക്ട് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ. പല ആളുകളും ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കും, അപ്പോൾ ഇത് ലൂസായിട്ടിരിക്കും. ലൂസായിട്ടിരിക്കുമ്പോൾ നമ്മൾ വെൽഡ് ചെയ്യുമ്പോൾ സ്പാർക്ക് ചെയ്ത് ആകെ ഉരുകി കണ്ടു ഇത്തരത്തിൽ ഉരുകി നശിഞ്ഞു പോകും. അപ്പോൾ ആദ്യം തന്നെ അത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് ഒരു റൗണ്ട് കറങ്ങാനുണ്ടാവും. അങ്ങനെ കറങ്ങി ലോക്കായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വേണം വർക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ ജസ്റ്റ് കയറ്റി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, നമുക്ക് കേബിൾ വലിക്കുമ്പോഴൊക്കെ അത് ലൂസാവുമ്പോൾ വെൽഡ് ചെയ്യുന്ന നേരത്തെ സ്പാർക്കായിട്ട് ഉരുകി ഇത്തരത്തിൽ കംപ്ലൈൻറ്റ് വരും. അപ്പോൾ ഇത് ബോർഡിനൊക്കെ കംപ്ലൈൻ്റ് ആണ്. ഇത്തരത്തിൽ ഹീറ്റ് ഓവറായി വന്നു കഴിഞ്ഞാൽ അത് ബോർഡിനൊക്കെ കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ വന്നു കഴിഞ്ഞാലും മിക്ക ആളുകളും നേരെ സർവീസ് സെൻറ്ററിലാണ് കൊണ്ടുപോയി കൊടുക്കാറ്. സ്വന്തമായിട്ട് ചെയ്യാൻ മിക്ക ആളുകൾക്കും അറിയില്ല, ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ മാറ്റി സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഫീമെയിൽ സോക്കറ്റ്, ഈ സോക്കറ്റ് അടിച്ചിട്ട് നമുക്കിത് ഫിറ്റ് ചെയ്യണം. ഇത് ഫീമെയിൽ, ഇതേപോലെ ഇത് മെയിലാണ്. നമ്മുടെ കേബിളിൽ കണക്ട് ചെയ്യുന്ന ഇത് ഉള്ളിലേക്ക് കയറ്റി ഒരു റൗണ്ട് കറങ്ങി ഇങ്ങനെ ലോക്കായിട്ട് തന്നെ നിൽക്കണം. ഇത് ലൂസായിട്ട് നിൽക്കുമ്പോഴാണ് ഇത് ജസ്റ്റ് സ്പാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് സ്പാർക്ക് ചെയ്ത് ഹീറ്റായിട്ട് അത് ഉരുകി പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് മാറ്റാം നമുക്ക്. എടുക്കണ്ട, അതായത് ബോഡി മൊത്തം അഴിച്ചു മാറ്റാം. ഓക്കെ, ഇതാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. ഇത് അഴിച്ചെടുത്തിട്ട് റീസെറ്റ് ചെയ്യണം. നമ്മൾ ഉപയോഗിക്കുന്ന 17 സ്പാനറാണ്. അത് വെച്ചിട്ടാണ് ബാക്കിലെ ബോൾട്ട് അഴിച്ചു മാറ്റുന്നത്. ഈ ബോൾട്ട് ഉണ്ടോ, ഇത് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതുപോലത്തെ കണക്ഷൻ കിട്ടും. ഇനി അഴിക്കേണ്ടത് ഇതാണ്. ഈ നെറ്റ് അഴിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടുത്തെ ബോൾട്ട് അഴിച്ചു, ഇനി വേണ്ടത് ഈ നെറ്റാണ്. ഈ നെറ്റ് അഴിക്കാനുള്ള സ്പാനർ ഇപ്പോൾ നമ്മുടെ സൈറ്റിലില്ല. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ പതുക്കെ മുട്ടി അടിക്കാം. ശരിക്കും സ്പാനർ ഉപയോഗിച്ചിട്ടാണ് അഴിക്കേണ്ടത്. നമ്മുടെ സൈറ്റിൽ അതില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുട്ടി മതിയല്ലോ. സാധനം അഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റക്കായിട്ട് സ്റ്റക്കായിട്ടൊക്കെ ഇരുന്നിട്ട് കണ്ടോ, ഇതിനുള്ളിലൊക്കെ ഉരുകി ആകെ ലോക്കായിരുന്നു. വെട്ടിപ്പൊളിച്ചെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്തരത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് ലോക്ക് ചെയ്ത് തന്നെ ഉപയോഗിക്കാം. നമുക്ക് എന്നാലും പുതിയത് സെറ്റ് ചെയ്യാം. പുതിയത് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ബോൾട്ട് അഴിച്ച് മാറ്റാം, പിന്നെ ഇതിനിട്ട് വാഷ്. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ. ഇതിൻ്റെ ലോക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഈ ലോക്ക് കറക്റ്റ് ആവുന്ന രീതിയിൽ ഇത് വെക്കണം. ഓക്കെ, അതിനുശേഷം ഇതും ഇതേപോലെ തന്നെ ത്രെഡ് ലോക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. സൈഡിലേക്ക് എങ്ങോട്ട് വേണമെങ്കിലും വെക്കാം. നമ്മൾ സാധാരണ മുകളിലേക്ക് തന്നെയാണ് വെക്കാറ്. അങ്ങനെ വെച്ചതിന് ശേഷം ഈ വാഷ് അകത്തിടണം. അതിനുശേഷം ഈ ലോക്കും വാഷും ഇട്ടിട്ട് നെട്ടിട്ട് ടൈറ്റ് ചെയ്യണം. നിർത്താം. ആദ്യം നമുക്ക് ഇതിടണം.
അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇട്ട് കഴിയുമ്പോൾ ഈ കാണുന്ന ലോക്ക് ഇതിൽ കറക്റ്റ് നേരെ വരുന്നു. അപ്പോഴാണ് ലോക്ക് ആവുന്നത്. കണ്ടോ, അതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മീതെ ഈ ഒരു വാഷുണ്ട്, അത് ഇട്ട് കഴിഞ്ഞാലാണ് അത് ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അതിനുശേഷം നെട്ടിടാം. വേസ്റ്റ് നെട്ടിട്ടിട്ട് മുറുക്കണം. നമ്മൾ കൈക്ക് മുറുക്കിയിട്ടുണ്ട്, അത്യാവശ്യം ടൈറ്റായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ചെറുതായിട്ട് സ്പാനർ വെച്ചിട്ടാണ് മുറുക്കേണ്ടത്. നമ്മുടെ സ്പാനർ ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുട്ടി മുറുക്കുകയാണ്. ചെറുതായിട്ട് മുറുക്കിയാൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഇതിലേക്ക് ഈ ബോൾട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ബോൾട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ സ്പാനർ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. കാരണം ലൂസായി കഴിഞ്ഞാൽ സ്പാർക്കായി വീണ്ടും ഇതേപോലെ വരും, ഉരുകിയൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ രണ്ടും മാറ്റിയിട്ടുണ്ട്, പുതിയത് മാറ്റിയിട്ടുണ്ട്. രണ്ട് പഴയതും അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കണ്ടോ രണ്ടിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും പുതിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് കേബിളിൻ്റെ ഇത് കണക്ടർ പിടിപ്പിക്കണം. കേബിളിൻ്റെയും നേരത്തെ ഇതേപോലെ സ്പാർക്ക് ചെയ്തിട്ട് ഉരുകി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയത് നമ്മൾ മേടിച്ചതാണ്. ഇത് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്, ആദ്യം കേബിൾ കയറ്റുക. കേബിൾ കയറ്റിയതിന് ശേഷം വേണം സ്ലീവ് പഴയത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സ്ലീവ് കറക്റ്റ് ചെയ്ത് ചെത്തിയെടുക്കുക. ആ ലോക്ക് ഇത് തിരിയാതിരിക്കാനാണ്, ഇതിൻ്റെ ഉള്ളിലിരുന്ന് തിരിയാതിരിക്കാനാണ് ആ ലോക്ക് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇടാം ഇതേപോലെ. ഇനി ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ കയറ്റി അതിനുശേഷം ഇത് തിരിച്ച് ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യുമ്പോൾ റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ ആ കേബിള് നേരായി കൊടുക്കണം. മിക്കവരും ഇത് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ വെറുതെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് ചിലപ്പോൾ കേബിൾ പിരിഞ്ഞെടുക്കണമെങ്കിൽ റിട്ടേൺ വരും. റിട്ടേൺ വരുമ്പോൾ വീണ്ടും അത് മൈൻഡ് ചെയ്യാതെ വെൽഡ് ചെയ്യുമ്പോൾ ഇത് ആണോ ഇത് ലൂസാണ്. ലൂസാകുമ്പോൾ വീണ്ടും സ്പാർക്ക് ചെയ്ത് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് സ്പാർക്കാവുമ്പോൾ വീണ്ടും ഇതേ അവസ്ഥയാവും. ഇങ്ങനെ ഓവർ ഹീറ്റായി വെൽഡിംഗ് സെറ്റിൻ്റെ ബോർഡ് തന്നെ അടിച്ചു. അപ്പോൾ ചെറിയൊരു സംഭവമാണ് ഇത്. കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. എപ്പോഴും കേബിള് ഫുൾ ടൈറ്റാക്കി വെച്ചതിന് ശേഷം ലോക്കിൽ കയറ്റി അത് ഫുള്ള് റൗണ്ട് കറക്കി ടൈറ്റായെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം വെൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളെല്ലാം കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് തന്നെ കണക്ഷനൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടം വരുത്തി വയ്ക്കാൻ. അപ്പോൾ ടൂൾസുകളിൽ പ്രോപ്പറായിട്ട് മാക്സിമം 3 പിൻ സോക്കറ്റുകൾ തന്നെ ഉപയോഗിക്കുക. പിന്നെ കട്ടിങ് മെഷീനൊക്കെ ഓൾറെഡി വരുന്ന വയറ് നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ കണക്ഷൻ കൊടുക്കാറുണ്ട് ലെങ്ത്തിൽ. അപ്പോൾ കഴിയുന്നതും 3 കോർ 2 കോർ പോലുള്ള വയറുകൾ ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് 2 പിൻ അല്ലെങ്കിൽ 3 പിൻ സോക്കറ്റുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ വെൽഡിംഗ് സെറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കണക്ഷൻ കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ലോക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സമയം ലാഭമാണ്, അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെടില്ല, മറ്റ് അപകടങ്ങൾ വരാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ